ഹായ് ഹലോ ഫ്രണ്ട്സ്, ഓഫ് റോഡ് വിശേഷം. കുറച്ച് താമസിച്ച് പോയി. വീഡിയോ ഒന്ന് എഡിറ്റിംഗ് വർക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതിന് ശേഷവും ഇനി വീഡിയോസൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ചൊന്ന് ലേറ്റായിപ്പോയി, കുറച്ച് തിരക്കായിരുന്നു. എന്ത് തിരക്കാണെന്ന് വെച്ചാൽ എനിക്ക് പറഞ്ഞുകൊണ്ട് ചുമ്മാ ഷോ. അപ്പോൾ ഓഫ് റോഡ് വിശേഷം തുടങ്ങുമ്പോഴത്തേക്ക് ആദ്യം പറയാനുള്ളത് ഡ്രൈവർ ചേട്ടനെ കുറിച്ചിട്ടാണ്. പൊളി ഡ്രൈവറാണെന്ന് പറയേണ്ട ആവശ്യമില്ല, കാരണം അങ്ങനെയുള്ളവരായിരിക്കുമല്ലോ ഈ ഫീൽഡ് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ പിന്നെ പുള്ളിക്ക് ഈ സ്ഥലങ്ങളെക്കുറിച്ച്, പുള്ളി അവിടുത്തെ നാട്ടുകാരനാണ്, പുള്ളിക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാനായിട്ടുള്ള ഒരു ക്ഷമയുണ്ടായിരുന്നു. നമുക്ക് എന്ത് ഡൗട്ട് ചോദിച്ചാലും അത് കറക്റ്റായിട്ട് അതിന് എല്ലാത്തിനും കട്ടൻ്റായിട്ടൊരു മറുപടി പുള്ളി ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. എല്ലാ സ്ഥലങ്ങളെക്കുറിച്ചിട്ടും, ഫുഡ്, അവിടുത്തെ താമസ സ്ഥലം, എല്ലാത്തിനെ കുറിച്ചും ഞങ്ങൾ ചോദിച്ചു. കാരണം നെക്സ്റ്റ് ടൈം വരുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും ഞങ്ങൾ ഇവിടെ ആയിരിക്കും റൂം എടുക്കുക എന്നുള്ളത് കൺഫേം ആക്കിയൊരു കാര്യം കൂടിയാണ് പുള്ളിയോട് സംസാരിച്ചപ്പോൾ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പോകുന്ന സ്ഥലം പുള്ളി പറഞ്ഞതുപോലെയാണ്. നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു ക്യൂട്ടായൊരു സ്ഥലം അകത്തുണ്ടെന്ന് നമുക്ക് തോന്നാൻ പറ്റാത്തൊരു സ്ഥലത്തേക്കാണ് ആദ്യം നമ്മൾ പോയത്. ഓൾറെഡി 3-4 സ്ഥലങ്ങൾ നമ്മളെ കൊണ്ടുപോയി കാണിക്കുക എന്നുള്ളത് പുള്ളി സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ സ്ഥലം എത്തിയിട്ടുണ്ട്. ആദ്യ ഒരു എക്സ്പീരിയൻസ് ആണ് ഈ ഓഫ് റോഡ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം. കാരണം കഴിഞ്ഞ വർഷം എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതാണ്. ഞങ്ങൾ ഇടുക്കിയായിരുന്നു ടൂറ്. ആ തവണ ഞങ്ങൾ കുറച്ച് ഈവനിങ് ടൈമിലാണ് അത് സെലക്ട് ചെയ്തത് ഓഫ് റോഡ്. പക്ഷേ അതിൽ കുറച്ചും കൂടി തീരെ പൊടിയായിരുന്നല്ലോ, അത് കാരണം ഞാനത് ക്യാൻസൽ ചെയ്തു. ഞാൻ വേണ്ടാന്ന് വെച്ചു, ഞാൻ പോയില്ല. അപ്പോൾ ചേട്ടൻ മാത്രമാണ് പോയത്. അപ്പോൾ ആ ഒരു ചേട്ടൻ തിരിച്ചു വന്നിട്ട് അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴേ എൻ്റെ മനസ്സിലായിരുന്നു എന്തെങ്കിലും ഒരു ദിവസം എനിക്കിന് അവസരം കിട്ടുമെന്ന്. അങ്ങനെ എനിക്ക് കിട്ടിയൊരു അവസരമാണ്. ഓൾറെഡി ഞാൻ ഈ വീഡിയോസും ഫോട്ടോസും ഒക്കെ നമ്മുടെ സ്റ്റോറി ആയിട്ട് ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ കുറച്ച് സ്ലോ മോഷൻ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് അതിനെ ഒന്ന് കുറച്ചൊന്ന് ഒരു കളർഫുള്ളാക്കി തന്നായിരുന്നു. നമ്മളിതൊക്കെ കണ്ട് തിരിച്ചങ്ങോട്ട് കയറുമ്പോൾ അവിടെ നിന്ന് പുതിയ ആൾക്കാർ താഴേക്ക് ഇറങ്ങി വരികയാണ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഒരു ലെമണൊക്കെ അടിച്ച് തിരിച്ച് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് ഗൈസ്. You know just what you do to me. Play my emotions like a pair of puppet strings. Did it ever occur to you my heart's more than a toy? Please go easy on me, babe. Send message after message, forward my calls. Next day you hit. ഈ സ്ഥലം ആർക്കെങ്കിലും വല്ല പിടുത്തമുണ്ടോ? ഇത് നമ്മുടെ നായാട്ട് സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലമാണ്. ആ ഒരു ലാസ്റ്റ് ക്ലൈമാക്സ് ഒക്കെ. അടുത്ത് നമ്മൾ വന്ന സ്ട്രോബെറി തോട്ടത്തിലാണ്. പക്ഷേ സ്ട്രോബെറിയുടെ വിളവൊക്കെ എടുത്തു കഴിഞ്ഞു. പിന്നെ ഒരു സെക്ഷൻ മാത്രം വിളവെടുക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അവിടെ ജസ്റ്റ് ഒന്ന് കയറി കണ്ടു. അവരതൊക്കെ പറഞ്ഞു തന്നു, ഇതെങ്ങനെയാണ്, ഇതെന്തൊക്കെ അവർ ചെയ്യുന്നുണ്ട്. അവരൊരു ടീം വർക്കുണ്ട് അവിടെ. അവർ സ്ട്രോബെറി നേരിട്ട് അവർ കയറ്റുമതി ചെയ്യുന്നത് കൂടാതെ തന്നെ അവരതിൽ ജാം ഉണ്ടാക്കുന്നുണ്ട്, വൈൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം നമ്മൾ വൈന് മേടിച്ച് കുടിച്ചിട്ട് ചേട്ടൻ അതത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് നമ്മൾ വൈന് മേടിച്ചില്ല, ജാമ് മേടിച്ചു. പിന്നെ കുറച്ച് സ്ട്രോബെറി മേടിച്ചു. പിന്നെ ആ ചേച്ചി അവിടെ നിന്നിരുന്ന നല്ല വിളഞ്ഞ് നല്ല കളറായിട്ടുണ്ട് നിന്ന സ്ട്രോബെറി കല്ലുവിന് പറിച്ച് കൊടുത്തു. ട്രിപ്പ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ പോവുകയാണ്. കാരണം നമ്മുടെ ടൈം കഴിഞ്ഞ് പോയി, വളരെയധികം സമയമെടുത്തു. ഇനി നമുക്ക് തിരിച്ച് നമ്മുടെ വണ്ടി കിടക്കുന്നിടത്ത് എത്തണം. തിരിച്ച് നമുക്ക് ടൗണിലാണ് നമ്മൾ റൂം എടുത്തിരിക്കുന്നത്. അപ്പം നല്ല ലേറ്റ് ആവും. ഇനി തിരിച്ച് പോകും വഴി ഇനി ബാക്കി വിശേഷങ്ങൾ. ഓക്കെ, ഇനി ഞങ്ങൾക്ക് നേരെ റൂമിലേക്കാണ് പോകുന്നത്. റൂമിൽ ചെന്നൊന്ന് ഫ്രഷായി ഫുഡായി കഴിക്കണം. അപ്പോൾ ഇന്ന് നൈറ്റ് ഞങ്ങൾ സ്റ്റേ ആണ് മൂന്നാർ. നാളെ ഞങ്ങൾ മൂന്നാർ വിടും. ഓക്കെ, അടുത്ത വീഡിയോ വീണ്ടും കാണുന്നതായിരിക്കും. ബൈ ബൈ. അന്തിമയങ്ങുമ്പോൾ ആടിക്കള്ളു കുടിച്ചിട്ട് പിച്ച വെച്ചതെല്ലാം പെരിയാറിൻ മടിത്തട്ട് കപ്പലൊച്ചയല്ലോ താരാട്ടുപാട്ട് ആര് കാണുവാൻ അടങ്ങിയങ്ങ് ജീവിച്ചിട്ട് കണ്ണുനീര് പൂട്ടിയല്ലോ കൂച്ചി വിലങ്ങിട്ട് തുച്ഛ ജീവിതത്തിൽ ആശയെല്ലാം നിർത്തിയിട്ട് ഒടുക്കം